ഹലോ ഫ്രണ്ട്സ്, DA ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 5 കുട്ടികളൊക്കെ വിരുന്ന് പോയിട്ടുണ്ട്. വീട്ടിലാരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ രാവിലെ മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഡെയിലി മോർണിംഗ് വാക്കിന് പോലുണ്ട്. അതിൻ്റെ ക്ഷീണത്തിലാണ്. പൊതുവേ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 5 മണിക്ക് വെള്ളം കൊടുന്നു തരും. ഇന്നിപ്പോൾ ആ വെള്ളമൊക്കെ ഞാൻ തന്നെ എടുത്ത് കുടിക്കണം. എന്താ ചെയ്യുക, ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. വീട് തുറന്നു വരുമ്പോൾ നമ്മളെ പണ്ട് അമ്മമാരൊന്നും വീട്ടിലില്ലെങ്കിൽ വീട് ശൂന്യം മാറില്ലേ, അതേപോലെ തന്നെ 5 ഇല്ലെങ്കിൽ വീട് ശൂന്യമാണ്. താക്കോലൊക്കെ വയ്ക്കുന്ന സ്ഥലമാണിത്. താക്കോലൊക്കെ സെറ്റ്. നമ്മൾ പോകുമ്പോഴേക്കും എനിക്ക് നമ്മളെല്ലാ സംഭവവും റെഡിയാക്കി ചുക്കുകളിലൊക്കെ തിളപ്പിച്ച് ഓരോ കുപ്പിയിലാക്കി ഓരോ ദിവസത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാവാണ് ദോശ ചൂടാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അത് അവൾ 3 ദിവസത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നോട്ടെ, അയ്യോ ഇത് മായ്ക്കുള്ള ചോറ് കേട്ടോ. മായ്ക്കുള്ള ചോറ് 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കി. ഇതൊന്ന് ചൂടാക്കിയാൽ മതി. പ്രധാന കാഴ്ച, വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടാണ് പോയത് കേട്ടോ. എല്ലാം തുടച്ച് വൃത്തിയാക്കി ഒരു പാത്രങ്ങളൊന്നും പുറത്ത് വയ്ക്കാതെ. കിച്ചണാണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും എല്ലാം ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാളും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ റൂമും ഇതൊക്കെ ഞാൻ ഇട്ടതാണ്, വലിച്ചു വാരിട്ടതാണ്. നമ്മൾ പിന്നെ വലിച്ചു വാരിട്ടാണ് കുറച്ച് എടുത്ത് വെച്ചോളും. എല്ലാം വൃത്തിയാക്കി പുതിയ വീരി വിരിച്ച് റൂം സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. പ്രധാന എന്താ വെച്ചാൽ കോഴിക്ക് കൊടുക്കാനുള്ള അരി വരെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. നമുക്ക് ആദ്യം കോഴിക്കുള്ള അരി കൊടുക്കാം. ഈ കൂട്ടിൽ 2 കോഴികൾ അടയിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം അരി ഇട്ട് കൊടുക്കണം. കുട്ടികളൊക്കെ ഇതിലുണ്ട്. അല്ലെങ്കിൽ അവിടെ വിളിച്ചു ചോദിക്കും, കുട്ടികളെ വിട്ടോ, കുട്ടികളെ നോക്കി വെച്ചിട്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ആദ്യം അരി ഇട്ട് കൊടുക്കട്ടെ. കഴിച്ചോ ബ്ലാക്കിൻ്റെ ചോറ് ചൂടാറട്ടോ, കൊണ്ടുവരാം. ബ്ലാക്ക് കണ്ട പാലട്ടോ. ബ്ലാക്കിന് ഞാൻ വിട്ട് കൂട്ടിലാക്കി. അപ്പോൾ അപ്പിടാനൊക്കെ ഉണ്ടാവും. അപ്പിടാനൊക്കെ ഇട്ട് കൂട്ടിലാക്കി. കോഴിക്കുട്ടിയൊക്കെ ഇതുപോലെ വെള്ളം കൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. കുടിക്കടി വെള്ളം. പിന്നത്തെ വെച്ചാൽ മോട്ടർ ഡെയിലി രാവിലെ ഇടണതാണ്. അപ്പോൾ രാവിലെ വൈകുന്നേരം നനയ്ക്കണേ വൈകുന്നേരം ഇടും. മോട്ടർ ഇട്ട് വെള്ളം നിറച്ചില്ലെങ്കിലേ പിന്നെ ആരും ശ്രദ്ധിക്കാണ്ടാവില്ല. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ പിന്നെ എന്തെങ്കിലും ആവശ്യം തുറക്കുമ്പോൾ ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ആ പണിയാവും. അപ്പോൾ മോട്ടർ വെള്ളം ഒഴിച്ചു. പിന്നെ ഫോണിൽ ചാർജിൽ 30% ജോലിക്ക് പോകുമ്പോഴേക്ക് 100 ആവണം. അപ്പോൾ ആദ്യം അത് കുത്തി വയ്ക്കണം. അത് ആരും കുത്തി വയ്ക്കില്ല, അല്ലെങ്കിൽ ദേവിട്ടനോ ആരെങ്കിലും പറഞ്ഞാൽ അവർ കുത്തി വെച്ച് തരും. അപ്പോൾ ഞാൻ തന്നെ കുത്തി വെച്ച് സിസ്റ്റം. അവൻ്റെ ചോറ് ചൂടാറിയിട്ട് കുടിക്കാൻ വേണം വെച്ചോ, നല്ല ചൂടല്ലേ. ഈ കോഴിക്ക് കുറച്ച് വന്നിട്ട് ഈ പാത്രം ഒപ്പം തന്നെ കഴിച്ചിട്ട് ചിക്കൻ്റെ പാത്രമുണ്ട്. ചായ വെക്കുന്ന പാത്രങ്ങളെ തിരഞ്ഞോട്ടെ. അപ്പോൾ നമുക്ക് ചായപാത്രം വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചായ വെക്കാം. നീ കുടിച്ചോണ്ട് ദോശടാം. ദോശപാത്രം സെറ്റാണ്. കുളിച്ചു തരാം. ആദ്യം ഇവള് മര്യാദയ്ക്ക് മടക്കിയിട്ട് പോയത് ഞാൻ അതുപോലെ ഒന്ന് മടക്കി വയ്ക്കട്ടെ. ആദ്യത്തെ 2 ദിവസമൊക്കെ എന്തായാലും ഇതുണ്ടാവും. ഇടുള്ള പാൻറ് ഷർട്ട് വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൈ വരെ മടക്കി വെച്ചിട്ടുണ്ട്.
വേറെ ലെവൽ ഭാര്യ. അപ്പം ഞാൻ കുളിക്കട്ടെ കേട്ടോ. തിരുമ്പാളത് മാറ്റി തിരുമ്പാൾ നമ്മൾ എടുത്തിട്ട് നേരെ ഇവിടെ ഉണ്ടാവും കുറച്ച് തിരുമ്പാൾ കണ്ടോ, ഇവിടെ കൂട്ടി വയ്ക്കും. എന്നിട്ട് ഇതിന് ഒരു കുറച്ചാകുമ്പോൾ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് തിരുമ്പും. നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1.5 ഗ്ലാസ് ചായ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. മതി നമുക്ക്. ചിക്കൻ ദോശ മാവ് എവിടെ? മാവ് ചായക്ക് പ്രത്യേക രുചി. ഞാൻ ഉണ്ടാക്കിയാണ്ട് വന്നു. കറിയൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ചട്നി ഉണ്ടാക്കിയില്ല, ഉള്ളിയില്ല, ഒന്നുമില്ല. പാസ് ചൂടൊക്കെ ദോശ തിന്നാം, ചുട തിന്നാം. ദോശ ഇടാനൊക്കെ നമുക്കറിയാം കേട്ടോ. ദോശ ഞാൻ 5 ഉണ്ടാകുമ്പോൾ ചുടലുണ്ട്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ദിവസങ്ങളൊക്കെ ഞാനിവിടെ എന്താ ചാവടിക്കൽ 5 മണി ചൂടൊക്കെ ദോശ ഇടും. ഇപ്പോൾ ചട്നിയോ ഉള്ളി എന്തെങ്കിലും ഉണ്ടാവും. 5 മണി വിരുന്നൊന്നും പോകല്ല. അപ്പോൾ ഇപ്പോൾ അവിടെ അനിയത്തിൻ്റെ കല്യാണമുണ്ട്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ആ കാര്യങ്ങളായിട്ട് വീടാഴ്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഒരാഴ്ച അവിടെ പോയി നിൽക്കുക. ദോശ ആദ്യത്തെ ദോശനെ കരിഞ്ഞ് ഗൈസ്. കരിഞ്ഞല്ല, ഞാൻ അവിടെ ഈയെടുക്കാൻ പോയ സമയം ഗ്യാസ് ഫുള്ളായിരുന്നു. കത്തി കുറച്ചാൽ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കഴിക്കാം. പക്ഷെ മൊഴിഞ്ഞ രസമുണ്ട്. വെറുതെ ചെറിയ മൊഴിയാണ്. ഞാൻ 3 ദോശ മതിട്ടോ. ഇത് ഹോട്ടലിൽ പോയി കഴിച്ചാൽ നമ്മൾ വെറുതെ ഒരു ദോശ കഴിക്കുകയും ചെയ്യും. നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ചോറ് ഉച്ചയ്ക്ക് ഞാൻ വർക്കിന് നമ്മൾ പുറത്ത് വയ്ക്കും. ഞാൻ കഞ്ഞി അച്ചാറുണ്ട്, തൈരുണ്ട്, വേറെ ചൂടന അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ ഇഷ്ടം, പഞ്ഞിക്കസം. അപ്പം ദോശ തൽക്കാലം നിർത്തി വെച്ചു. നമുക്ക് അതേപോലെ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. അങ്ങനെ ഞാൻ വീണ്ടും ചായ കുടിക്കായിരുന്നു. ചുറ്റും ബഹളവും സൗണ്ടും കുട്ടികളെ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ശൂന്യത. ഞാൻ എൻ്റെ മൊബൈലെടുത്ത് അതിലൊരു സിനിമയും കണ്ടുകൊണ്ടിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചായയോടി തീർന്നു. പിന്നെ ചായയോടി കഴിഞ്ഞാൽ പാത്രം കഴിയാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ പാത്രം കഴുകണം. ഈ പാത്രം ഞാൻ ഇന്ന് കഴുകി വെച്ചാലോ എനിക്ക് വൈകുന്നേരത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും എൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അത് ഞാൻ വൃത്തിയിൽ ചെയ്തു. അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആർക്കായാലും ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റപ്പെട്ട ഫീലാണ്. എനിക്കിപ്പോൾ ആ ഫീലാണ് തോന്നുന്നത്. ഒരുപാട് നാൾക്ക് ശേഷം അവരൊക്കെ വിരുന്ന് പോയപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പഴയ പോലെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഒറ്റപ്പെട്ട ഫീല്. ഇനി അവരുടെ വരാനായി ഒരാഴ്ചത്തെ കാത്തിരിപ്പ്. അതിലെ വീടും പരിസരവും കാടും കൂടാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ശുഭദിനം.